വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ കേക്ക് ചെയ്യുന്നില്ല എന്നുള്ള പരാതി തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കേക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റീമറിലാണ് ചെയ്യുന്നത്. അതായത് സ്റ്റീം ചെയ്തെടുക്കുന്ന കേക്കാണ്, ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന കേക്കാണ്. അപ്പോൾ അവനില്ലാത്തവർക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാം. മാത്രമല്ല കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി പീസി ആയിട്ടുള്ള ഒരു കേക്ക്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിരുന്ന കടല വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് കുറച്ച് പേര് തയ്യാറാക്കിയിരുന്നു. ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നു. ഒരുപാട് സന്തോഷം. അപ്പൊ ആ കട്ട്ലേറ്റിന്റെ വീഡിയോ കാണാത്തൊരു കാണാൻ മറക്കരുത്. കാരണം കടല എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഉള്ള ഒരു സംഭവമല്ലേ. അപ്പൊ കടല വെച്ച് കട്ട്ലേറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്ക് ഒരു പുച്ഛഭാവമൊക്കെ തോന്നിയെന്ന് വരാം. പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാവുള്ള അതിന്റെ ടേസ്റ്റ്. അപ്പൊ അതും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ആവിയിൽ പുഴുങ്ങിയ കേക്ക് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. എന്റെ ഭർത്താവ് ബാക്കിൽ നിന്ന് കോപ്രായം കാണിക്കുന്നുണ്ടോ ഞാൻ ചിരിക്കുന്നത്. ബൈ. അപ്പൊ നമുക്ക് സ്റ്റീം ചെയ്തിട്ടുള്ള ഈസി ആയിട്ടുള്ള കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇന്ന് എന്റെ അസിസ്റ്റന്റ് ആയിട്ട് അവിയാണ് കൂടെ ഉള്ളത് കേട്ടോ. അപ്പൊ അവി അപ്പോൾ നമുക്ക് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു വലിയ ബൗൾ എടുക്കാം. അതിലോട്ട് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് ആണ്. പക്ഷെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് എന്താണ് അവി? കാരമൽ കണ്ടൻസ്ഡ് മിൽക്ക്. പക്ഷെ നോർമൽ ആയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങൾക്ക് സെയിം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ ഇത് നോർമൽ, അത് വൈറ്റ് കളർ, ഒരു ക്രീം കളറിൽ ഇരിക്കും നോർമൽ കണ്ടൻസ്ഡ് മിൽക്ക്. പക്ഷെ കാരമൽ കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ ഇതേപോലെ ഇരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതുപോലെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കാരമൽ റെഡിയാക്കിയതിന് ശേഷം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. പക്ഷെ ഞാനിത് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേക്കിന്റെ കളർ നല്ല ബ്രൗൺ കളറിലായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ രണ്ട് കേക്കും ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഈ കേക്കിൽ കാരമലൈസ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അതിന്റെ അളവ് എന്ന് പറയുന്നത് 1 കപ്പാണ്. ടേബിൾ സ്പൂണിന്റെ അളവ് 12 ടേബിൾ സ്പൂൺ. വെയിറ്റ് നോക്കുകയാണെങ്കിൽ 300 ഗ്രാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ മറക്കരുത്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം. ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കും, ശ്രദ്ധിക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 മുട്ടയുടെ മഞ്ഞക്കരു. ഇതും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അവി മിക്സ് ചെയ്തോ. അപ്പോൾ ഞാനൊന്ന് ആംഗിൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. മഞ്ഞയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന് പകരം തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തൈരിന്റെ അളവ് ഒരു 3 ടേബിൾ സ്പൂൺ ഒക്കെ വേണ്ടി വരും. പക്ഷെ തൈര് ചേർക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പുളിയുള്ള തൈര് ഉപയോഗിക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. ബട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, റിഫൈൻഡ് ഓയിൽ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 50 ഗ്രാം ബട്ടർ. 50 ഗ്രാം ബട്ടർ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്. ബട്ടർ ഉരുക്കി ഒഴിച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. പക്ഷെ ഉപ്പുള്ള ബട്ടർ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഉപ്പുള്ള ബട്ടർ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഉപ്പിന്റെ അളവ് മാറ്റം വരുത്തണേ. കുറച്ച് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? വാനില എസൻസ് 1 ടീസ്പൂൺ. ഞാൻ ഒരിക്കൽ അല്പം മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യാം. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡ നമ്മൾ ഈ റെസിപ്പിയിൽ ആഡ് ചെയ്യുന്നില്ല. ബേക്കിംഗ് പൗഡർ മാത്രമാണ് 2 ടീസ്പൂൺ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് ഞാൻ ആദ്യമായിട്ട് അവിനെ കൊണ്ട് ഉണ്ടാക്കിച്ചത്. ഞങ്ങൾ പുറത്ത് പോയപ്പോൾ, ഞാനും ചേട്ടനും കൂടെ പുറത്ത് പോയപ്പോൾ അവിയും നന്ദും കൂടിയിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയത്. തിരിച്ചു വന്നപ്പോൾ നല്ല സൂപ്പറായി കേക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഈ വീഡിയോ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന്. നിങ്ങൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും മേ ബി. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് മൈദ. 1 കപ്പ് മൈദ എന്ന് പറയുമ്പോൾ 16 ടേബിൾ സ്പൂൺ ആണ്. വെയിറ്റ് പറയുകയാണെങ്കിൽ 125 ഗ്രാം. കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും കൂടെ ബാക്കിയുണ്ട്. അതായത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളുടെ ആ 3 മുട്ടയുടെ വൈറ്റില്ലേ, അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. അത് അവസാനം ഇതിലേക്ക് ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അത്രയും സിമ്പിളാണ്. നമ്മുടെ വീട്ടിൽ സാധാരണ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ വിസ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷെ നമ്മൾ ഇപ്പോൾ ഹാൻഡ് മിക്സർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രം അത്രയും ക്ലീൻ ആയിരിക്കണം. ഒട്ടും തന്നെ എണ്ണയുടെ അംശങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ എണ്ണയുടെ അംശങ്ങൾ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല നമുക്ക്. പിന്നെ നമ്മളുടെ എഗ് റൂം ടെമ്പറേച്ചറുള്ളതായിരിക്കണം. അപ്പോൾ 3 മുട്ടയുടെ വെള്ളയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. അതിനുശേഷം മീഡിയത്തിലോട്ട് മാറ്റാം.
അപ്പൊ ഇത്ര മതിയാവും കേട്ടോ. മറ്റേതുപോലെ സ്റ്റിഫ് ആയിട്ടുള്ള പീക്സ് വേണ്ട, നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പീക്സ് ആവുമ്പോൾ ഇത് നിർത്താം. അതിനുശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് കുറച്ചായിട്ട് ഇട്ടതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ എഗ് വൈറ്റ് കുറച്ചായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. വൈറ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേക്ക് ടിന്നിലോട്ട് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ഇതിലോട്ട് താഴെ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. സൈഡിൽ ബട്ടർ തടവിയതിന് ശേഷം കുറച്ച് മൈദമാവ് ഇട്ടങ്ങ് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു റിബൺസ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ ആ ബാറ്ററിൻ്റെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ കംപ്ലീറ്റ് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അത് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റീമറിലോട്ട് അതങ്ങ് വെച്ച് കൊടുക്കാം. അതിന് മുമ്പായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അടയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫോയിൽ പേപ്പർ നമുക്ക് എടുക്കാം. അപ്പോൾ അതേ നമ്മൾ അലുമിനിയം ഫോയിൽ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാം. ഞങ്ങളുടെ ഇലക്ട്രിക് സ്റ്റീമറിലാണ് സ്റ്റീം ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് ഏത് സ്റ്റീമറാണോ ഉള്ളത്, അതായത് നമ്മൾ ഇഡ്ഡലി തട്ടോ ഇഡ്ഡലി പാത്രം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഒരു വലിയ കടായിൽ ഒരു പാത്രം ഒന്ന് കമത്തി വെക്കുക. അതിൻ്റെ മുകളിൽ നമുക്ക് ഈ കേക്കിൻ്റെ ടിന്ന് വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സ്റ്റീമിലാണ് ഇത് വേവിക്കാൻ പോകുന്നത്. ഞാൻ ഇതേ സെയിം റെസിപ്പി തന്നെ വേറൊരു വേർഷൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നോർമലായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിച്ചതിന് ശേഷം ഇത് കാരമലൈസ്ഡ് ആയിരുന്നില്ലേ, ആ വൈറ്റ് കളർ ഇരിക്കാൻ വേണ്ടിയിട്ട്, അത് നമുക്ക് അവനിൽ സെയിം പ്രിപ്പറേഷൻ പോലെ ചെയ്തതിന് ശേഷം അവനിൽ ബേക്ക് ചെയ്ത് ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ എത്ര ടെമ്പറേച്ചറിലാണ് ബേക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ടെക്സ്ചർ നമുക്ക് നോക്കാം. ഇതെന്തായാലും നമുക്ക് സ്റ്റീമറിൽ വെക്കാം. എനിക്കിപ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഈ സ്റ്റീമർ. ഇലക്ട്രിക് സ്റ്റീമർ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലാണ് സ്റ്റീം ചെയ്യുന്നത് പച്ചക്കറികളൊക്കെ. ഇനി നമുക്കത് അടച്ചു വെക്കാം. ഒരു 45 മിനിറ്റ് ആണേ. 45 മിനിറ്റ് നോക്കാം. എന്നിട്ട് ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി സമയം വെക്കാം. ഇതിപ്പോൾ നമ്മൾ 45 മിനിറ്റ് സെറ്റ് ചെയ്യാണ് കേട്ടോ. കണ്ടോ, 45 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് ഓഫ് ആയിക്കോളും. അല്ലെങ്കിൽ അടുപ്പിലാണെന്നുണ്ടെങ്കിൽ 45 മിനിറ്റിൽ മീഡിയം ഫ്ലെയിമിൽ ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുക. ആയിട്ടില്ലെങ്കിൽ വീണ്ടും അടച്ചു വെച്ച് അങ്ങ് വേവിക്കുക. മാത്രമല്ല അടുപ്പിൽ വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടയ്ക്ക് വെള്ളം ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് തുറന്ന് നോക്കാൻ പാടില്ല. പക്ഷേ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് വെള്ളം ഒരു 30 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ 45 മിനിറ്റിന് ശേഷം നമുക്ക് കേക്കിൻ്റെ അവസ്ഥ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം റെസിപ്പി തന്നെ നോർമൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബാറ്റർ നമുക്ക് അവനിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമുക്ക് ഒരു 40 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം 180 ഡിഗ്രി സെൽഷ്യസിൽ കേട്ടോ. നമ്മുടെ കേക്ക് സ്റ്റീമറിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്. എനിക്ക് 55 മിനിറ്റ് എടുത്തു കേട്ടോ. 45 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറച്ചും കൂടെ വേവാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്കിത് ചൂടാറിയതിന് ശേഷം മുറിച്ച് നോക്കാമേ. അല്ലെങ്കിൽ ഇപ്പം മുറിച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കി ആയിട്ടുണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഓക്കെ, കേക്ക് റെഡി ആയിട്ടുണ്ട്, തണുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലോ. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യാട്ടോ. ഞാനിപ്പോൾ ഫ്രോസ്റ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. മറ്റേ കേക്ക് റെഡി ആയിട്ടുണ്ട്. അത് അവയ്ക്ക് ഫ്രോസ്റ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനത് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഞാൻ ഫ്രോസ്റ്റിംഗ് ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞിരിപ്പുണ്ട് മോൻ. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും മുറിച്ച് നോക്കാം. ഉൾവശമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, കണ്ടൻസ്ഡ് മിൽക്ക് കാരമലൈസ്ഡ് അല്ലെങ്കിൽ ഇതിന്റെ മുകളിലത്തെ കളർ വൈറ്റ് കളർ ആയിരിക്കണമെന്ന് മാത്രമല്ല, ടേസ്റ്റിൽ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് കാരമലൈസ്ഡ് ആയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ നമുക്കൊന്ന് മുറിച്ച് നോക്കാം. തണുത്തതിന് ശേഷം മാത്രം മുറിക്കണം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുക്കിംഗ് ടൈമും ഓരോ സ്റ്റീമർ അനുസരിച്ചും മാറ്റം വരും. അപ്പോൾ എനിക്ക് 55 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള നമ്മുടെ സ്റ്റീം ചെയ്തിട്ടുള്ള കേക്കാണിത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാം. കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക്. മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കിത് അവനിൽ വെച്ചിട്ട് ഉണ്ടാക്കാം. എനിക്ക് 30 മിനിറ്റ് ആണ് അവനിൽ വേണ്ടി വന്ന സമയം കേട്ടോ. 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ആണ്. 40 മിനിറ്റ് ഞാൻ വിചാരിച്ചു, പക്ഷേ 30 മിനിറ്റ് ആയപ്പോഴേക്കും അത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗവും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ മുറിച്ചിട്ടുണ്ട്. അത് അതിന്റെ ഉൾവശം കണ്ടോ, ക്രീം കളർ കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ട കാരണം ഈ കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് വൈസ് പക്ഷേ സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. ഇത്രയും ഈസി ആയിട്ടുള്ള ആവിയിൽ വേവിച്ചിട്ടുള്ള കേക്ക് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രഷ് ക്രീം ഫ്രോസ്റ്റിംഗ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് വേണമെങ്കിൽ ചെയ്യാം. അല്ലാത്തു പക്ഷെ നമുക്ക് ഇതുപോലെ വീട്ടിൽ എളുപ്പത്തിൽ ഇതുപോലെ സ്പോഞ്ചി ആയിട്ടുള്ള
അതേസമയം 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു പരിപാടി. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കാം. ഓക്കെ, അവി ഉറങ്ങാൻ പോയി കേട്ടോ. അതുകൊണ്ട് ഈ സമയത്ത് അവീനെ കാണാത്തത്. ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ അവൻ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് അങ്ങ് ഉറങ്ങാൻ പോയി. ഞാൻ വിളിച്ചിട്ട് എനിക്കണില്ല. അപ്പൊ പുള്ളി എന്താ പറയാ, എന്നെ സഹായിച്ചതിൽ ഒരുപാട് നന്ദി അവിക്ക് ഞാൻ അറിയിക്കുന്നു. അല്ലേ ആത്തു? ആത്തുവിനെ സഹായിക്കാന്ന് പറഞ്ഞ് വന്നായിരുന്നു. ആത്തുവിനെ അടുത്ത ബൺ പൊറോട്ടയ്ക്കാണ് ഞാൻ എന്റെ ഹെൽപ്പറായിട്ട് വിളിച്ചിരിക്കുന്നത്. അല്ലെ ആത്തു? ആത്തുവിന് പൊറോട്ട അടിക്കാൻ ഭയങ്കര ഇഷ്ടം. അത് മോളിത്തേന് കഴിക്കുന്നത്. ഇപ്പൊ ഇത് കഴിക്കുന്നത് അവനിൽ വെച്ചിട്ടുള്ള കേക്കാ. ഇനി മറ്റേ ഇതാണ് സ്റ്റീമറിൽ വെച്ചേക്കുന്ന കേക്കാത്തു. ഹായ്, നമസ്കാരം. ഭയങ്കര സോഫ്റ്റ് ആണ്. ആത്തു, how is it? പല്ലിൽ ക്ലിപ്പ് ഇട്ടുള്ള വേഗം പോയി പല്ല് കേൾക്കണം കേട്ടോ. പല്ല് ക്ലിപ്പ് ഇട്ടവർക്ക് തിന്നാൻ പറ്റിയ കേക്ക് വായിൽ വെക്കുമ്പോ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത് ചേട്ടനും ആത്തുമാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. ഓർമ്മയില്ലേ നമ്മൾ പുറത്തു പോയി വരുമ്പോഴേക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്? എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. കുട്ടികളെ കൊണ്ട് ഒന്ന് അമ്മമാരും ഇങ്ങനെ സൂപ്പർവൈഷൻ ചെയ്യുക. കുട്ടികൾ ഉണ്ടാകട്ടെ. കാരണം അത്ര എളുപ്പമാണ് ഉണ്ടാക്കാൻ. കണ്ടില്ലേ, എല്ലാം കൂടി മിക്സ് ചെയ്യുക, അങ്ങോട്ട് ആവിയിലങ്ങ് വെക്കുക. അങ്ങ് 45-55 മിനിറ്റ് കൊണ്ട് റെഡി ആയി കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആത്തു, അപ്പൊ നമ്മൾ ബൺ പൊറോട്ട ആത്തും ഞാനും ചെയ്യുന്നതായിരിക്കും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, ഇപ്പോഴല്ല. അപ്പൊ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ ബൈ. കടലുകൊണ്ട് കേൾക്കാം. കടലുകൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് തന്നെ ആൾക്കാർ കഴിക്കും കാണുന്നില്ല. എന്നിട്ട് കേക്ക്. ബൈ.